ശമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലിസി. ഞാൻ ചങ്ങനാശ്ശേരിയിൽ വരുന്നു. ഇതെൻ്റെ കൂട്ടുകാരി മിനി. അതും ചങ്ങനാശ്ശേരി. ഞങ്ങൾ രണ്ടുപേരും അടുത്ത വീടുകളിലാണ്. എനിക്ക് ഇവിടെ പറയാനുള്ള ആദ്യത്തെ എൻ്റെ സാക്ഷ്യം, എൻ്റെ മൂത്ത മകനെ ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. നല്ലൊരു കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് അവന് ജോലി ലഭിച്ചു. രണ്ടാമത്തെ എൻ്റെ പ്രാർത്ഥന, എൻ്റെ രണ്ടാമത്തെ മകൻ B2 പരീക്ഷ 3 പ്രാവശ്യം എഴുതി. അവൻ ഒരു മൊഡ്യൂൾ പാസ്സായി, ബാക്കി ഒന്നും പാസ്സായില്ല. നാലാമത്തെ പ്രാവശ്യം ഞാൻ 2 മൊഡ്യൂൾ പരീക്ഷ കഴിഞ്ഞപ്പോൾ അവനെയും കൊണ്ട് അച്ഛൻ്റെ അടുക്ക് വന്നു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അവൻ പാസ്സാകുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദൈവം അവനെ പാസ്സാക്കി. അത് അഞ്ചാമത്തെ പ്രാവശ്യം വീണ്ടും ഒരെണ്ണം കൂടെ എഴുതാനുണ്ടായിരുന്നു. അതും എഴുതിയിട്ട് ഞാൻ അച്ഛനെ ഇവിടെ കൊണ്ടുവന്നു, അച്ഛൻ്റെ അടുക്ക് അവനെ കൊണ്ടുവന്നു. അച്ഛൻ പറഞ്ഞു അതും അവൻ പാസ്സാകും, ഒന്നും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. അതും റിസൾട്ട് വന്നപ്പോൾ അതും അവൻ പാസ്സായി. അങ്ങനെ അവനെ ഇപ്പോൾ 2 ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ എൻ്റെ നിയോഗം, എൻ്റെ ആങ്ങളയ്ക്ക് സുഖമില്ലാതെ തലവേദനയും ഛർദിലുമായിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എല്ലാം എടുത്തു. വീണ്ടും ആഴ്ചകൾ തോറും അവനെ വീണ്ടും അങ്ങനെ തന്നെ ഉണ്ടായി. കൊണ്ടുപോയി ആശുപത്രിയിൽ ഡോക്ടറിൻ്റെ അടുക്ക് കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ആകണം. ICUവിൽ കിടത്തി. CT സ്കാൻ ചെയ്തപ്പോൾ അവൻ്റെ തലച്ചോറിനകത്ത് ചെറിയ മുഴകളാണെന്ന് പറഞ്ഞു. MRI എടുക്കണമെന്ന് പറഞ്ഞു. അതും എടുത്തപ്പോൾ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യണം, നട്ടെല്ല് കിഴിച്ച് ഫ്ലൂയിഡ് എടുക്കണം, ഇതെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു. അവന് ഭയങ്കര വിഷമമായി. ഞങ്ങളെല്ലാം ദിവ്യകാരൻ ഈശോയോട് പ്രാർത്ഥിച്ചു. അവന് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ യാതൊരു കുഴപ്പമില്ലാതെ ഓടി നടക്കുന്നു, നല്ല ഇതായിട്ട് നടക്കുന്നു. ഈശോയെ നന്ദി, യേശുവേ സ്തോത്രം. അതുപോലെ തന്നെ എൻ്റെ കൈ ഒട്ടും പൊങ്ങത്തില്ലായിരുന്നു. ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല. ഈശോയോട് പ്രാർത്ഥിച്ചു. ഈശോയുടെ ദിവ്യകാരന് തൈലം പുരട്ടി എൻ്റെ കൈക്ക് നല്ല കുറവുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച കാനാട്ടച്ഛനും ടീം അംഗങ്ങൾക്കും എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നല്ല സന്തോഷത്തോടെ ഉറക്കുന്ന കൈകളടിച്ച് നന്ദി പറയാം. മൂത്ത മകന് നല്ല ജോലി കൊടുത്ത് ദിവികാരനെ ഈശോ അനുഗ്രഹിച്ചു. രണ്ടാമത്തെ മകന് ഇത് പരീക്ഷകളിൽ ഒന്നൊന്നായി വിജയം നൽകി. ആങ്ങളയ്ക്ക് ഒത്തിരിയേറെ പ്രശ്നങ്ങളാണ്, രോഗമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ദിവികാരണത്തിൽ ആശ്രയിച്ചപ്പോൾ ഇതാ ഒരു ചെറിയൊരു ടാബ്ലറ്റ് പോലും വേണ്ടാത്ത വിധത്തിൽ പൂർണ്ണമായ സൗഖ്യം, അങ്ങനെ രോഗമേ ഇല്ലാതെ ഈശോ സംരക്ഷിച്ചു. ഇങ്ങനെയൊക്കെ അനുഗ്രഹിച്ച കർത്താവ്. അതുകൊണ്ടാണ് ഇന്ന് ഈ മക്കള് എങ്ങനെ ഇത്ര ദൂരെ നിന്നും ഇവിടെ വന്ന് ഈശോയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറയണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടെ കടന്നു വന്നത്. നല്ല തമ്പുരാന് നമുക്ക് ഈ സഹോദരിമാരോട് ചേർന്ന്, ഈ കുടുംബത്തോട് ചേർന്ന് തമ്പുരാന് കർത്താവിന് നന്ദി പറയാം. കൈകൾ ഉയർത്തിയടിച്ച് എല്ലാവരും ചേർന്ന് ഒരുമിച്ച്